നമസ്കാരം. ACV ന്യൂസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ശുഭദിനത്തിലേക്ക് സ്വാഗതം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം കാണാനും കേൾക്കാനും ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അത്ഭുതപരമായിട്ടുള്ള തന്ത്രങ്ങൾ കാണിച്ച് ജാലവിദ്യ എന്ന് പറയുന്നൊരു മാന്ത്രിക വിദ്യ അതിഷ്ടപ്പെടാത്ത ആരും തന്നെയില്ല. ഇന്ന് ശുഭദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തുന്നത് ഭാഗ്യക്കുറി വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വിരമിച്ച പ്രശസ്ത മജീഷ്യനും കൂടിയായ എഴുത്തുകാരൻ കൂടിയായ ശ്രീ ചന്ദ്രസേനൻ മിതിർമല. സ്വാഗതം. ശരിക്കും ഈ ഇന്ദ്രജാലം എന്ന് പറയുന്നത് തന്ത്രങ്ങളിലൂടെ നമ്മുടെ മുന്നിലിരിക്കുന്ന കാണികളുടെ മനസ്സിനെയും കണ്ണിനെയും ഒക്കെ അത്ഭുത പരതന്ത്രാക്കുക എന്നുള്ളതാണ്. അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങൊരു മജീഷ്യനാണ്. അതേപോലെ തന്നെ ഈ ഭാഗ്യക്കുറി വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് വിരമിച്ചത്. അതുപോലെ ഹെഡ്ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡിൻ്റെ ചെയർമാനായിരുന്നു. മാജിക് അക്കാഡമിയുടെ ഡയറക്ടറാണ്. ഒരുപാട് പുസ്തകങ്ങളുടെ മെൻ്റലിസ്റ്റാണ്. ഇതൊക്കെ ഈ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ദ്രജാലത്തിൽ അങ്ങ് വർക്ക് ചെയ്തിരുന്നതും ഭാഗ്യക്കുറി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. എങ്ങനെയാണ് ഒരു സർക്കാർ സർവീസിൽ നിന്ന് മജീഷ്യനിലേക്ക്, അതോ ആദ്യം മജീഷ്യനിൽ നിന്ന് സർക്കാർ സർവീസിലേക്കായിരുന്നു? അല്ല, അത് യഥാർത്ഥത്തിൽ ഞാൻ ജോലി കിട്ടി മലപ്പുറത്ത് പോകുമ്പോൾ എന്നെ മാജിക് പഠിപ്പിച്ച ഗോപിനാഥ് മുതുകാട് 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ എന്നുള്ള, അപ്പോൾ ഇതിൽ നിന്ന് ഒരു പാഠം പഠിക്കേണ്ടത് അറിവ് നേടിയെടുക്കുവാൻ പ്രായം ഒരു പ്രശ്നമല്ല. അതെ, റിവേഴ്സ് മെൻറ്ററിങ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ഇന്നത്തെ അധ്യാപകരും അത് പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം ഇന്നത്തെ നമ്മൾ പുതിയ തലമുറ കുട്ടികൾ അധ്യാപകരെക്കാൾ മിടുക്കരാണ്. അപ്പോൾ റിവേഴ്സ് മെൻറ്ററിങ് വേണം. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ ഗോപിനാഥ് മുതുകാട്, ഞാൻ ജോലി കിട്ടി മലപ്പുറത്ത് ചെല്ലുമ്പോൾ മലപ്പുറം ജില്ലയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്. എങ്ങനെയായിരുന്നു അതിനോടുള്ളൊരു താല്പര്യം? പണ്ട് മാജിക്കിനോട് എനിക്ക് പണ്ടേ താല്പര്യമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സ്കൂളിൽ എൻ്റെ ഒരു അധ്യാപകനോടൊപ്പം ഞാൻ മാജിക്ക് ചെയ്തിട്ടുണ്ട്. മാജിക്കിനോട് തന്നെ, പക്ഷേ ശാസ്ത്രീയമായ രീതിയിൽ മാജിക്ക് എന്നെ പഠിപ്പിക്കുന്നത് ഗോപിനാഥ് മുതുകാട് സാറാണ്. മാജിക് അക്കാഡമിയിലൂടെയാണ് അത് ഞാൻ പഠിച്ചെടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ സർക്കാർ സേവനം നടത്തുന്ന ഒരാൾ കലാകാരനാണെങ്കിൽ ആസ്വാദ്യകരമായ രീതിയിൽ ഓഫീസ് ജോലിയും ചെയ്യാൻ പറ്റും. ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാകാതെ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും പറ്റും. ഏതെങ്കിലും കല, ഇപ്പോൾ മാജിക്ക് തന്നെ വേണമെന്നൊന്നും ഞാൻ പറയില്ല. ഏതെങ്കിലും ഒരു കലാരൂപം ഉള്ളിലുള്ള ഒരാളാണ്, ഒരു സർഗാത്മകമായ കഴിവുള്ള ഒരാൾ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അയാളോട് ഇടപെടാൻ വളരെ സൗകര്യമായിരിക്കും. ഇപ്പം സാറ് ഭാഗ്യക്കുറി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നല്ലോ. അപ്പം ശരിക്കും ആൾക്കാരുടെ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഭാഗ്യക്കുറി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു അതിനകത്തുള്ളൊരു? അതായത് ഞാൻ പലയിടത്തും ഈ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഭാഗ്യമുള്ളവർ മാത്രം വരുന്ന ഒരു ഇടമാണ് ഭാഗ്യക്കുറി ഓഫീസ്. കാരണം പ്രൈസ് അടിച്ചാലേ നിങ്ങൾ അവിടെ വരണ്ടി, ടിക്കറ്റ് എടുത്ത അവിടെ നിങ്ങൾ വരണ്ട. അപ്പോൾ നമ്മുടെ അവിടെ വരുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഈ ഭാഗ്യം അടിച്ചവർ മാത്രം വരുന്നൊരു ഓഫീസാണെന്നുള്ള നിലയിൽ മാത്രമല്ല മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് അവിടുത്തെ ജോലിയുടെ ക്രമമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഏത് ജോലി ചെയ്താലും ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുന്നതിലല്ല, ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടുന്നതിലാണ് സന്തോഷം ഇരിക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഈ സമകാലികമായിട്ട് നോക്കുമ്പോഴേക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രജാല വിദ്യയ്ക്ക് നേരത്തെ തന്നെ വളരെയധികം പങ്കുണ്ട് എന്നുള്ളതാണ്, സ്ഥാനവുമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ മജീഷ്യൻ അല്ലെങ്കിൽ മാജിക് എന്നതിലേക്ക്, അതിൽ നിന്നപ്പുറത്തേക്ക് മെൻ്റലിസം ഇതിലേക്ക് പോകുന്നു. ഇത് ആൾക്കാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും ചെയ്യും. അത് ശരിക്കും ശാസ്ത്രമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു പക്ഷത്ത് അത് അന്ധവിശ്വാസമാണെന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ ഒരു മാജിക്കും മെൻ്റലിസവും മജീഷ്യനും മെൻ്റലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം? അതായത് ഈ മെൻ്റലിസം എന്ന് പറയുന്നത് 100% മാജിക്കിൻ്റെ ഒരു പാർട്ടാണ്. മാജിക് ഇല്ലാതെ മെൻ്റലിസം ഇല്ല. പക്ഷേ ഫ്രീ ഫോം മെൻ്റലിസ്റ്റുകൾ എന്ന് പറയുന്നവർ പലരും പറയാറുണ്ട്, മെൻ്റലിസം മാജിക്ക് തന്നെ, ഓക്കെ, പക്ഷേ ഫ്രീ ഫോം മെൻ്റലിസം എന്ന് പറയുന്നത് മാജിക് അല്ല എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ മാജിക് ഇല്ലാതെ ഒരു തരത്തിലുള്ള മെൻ്റലിസം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല. കാരണം കേസ് അന്വേഷണത്തിന് പോലും മെൻ്റലിസ്റ്റുകളുടെ സഹായം തേടുന്നു എന്നൊരു, അത് എന്താ പറയുക, ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പതിപ്പിക്കും. അത് ശരിയാകണം എന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ കുറ്റാന്വേഷണത്തിൽ
മെൻ്റലിസം ഉപയോഗിച്ചു എന്ന് യാതൊരു രേഖയും എങ്ങുമില്ല, ഒരു സ്ഥലത്തും അത് ചെയ്തിട്ടുമില്ല. ക്ലെയിമുകൾ ഒരുപാടുണ്ടാകും, പക്ഷേ അതാരും ഇപ്പോൾ വെള്ളത്തിന് മുകളിലൂടെ നടക്കാം എന്ന് പറയുന്ന ആൾ, ഘടയോഗം പഠിക്കുന്ന ഒരാളിന് വെയിറ്റ് ഇല്ലാതാക്കി വെള്ളത്തിന് മുകളിലൂടെ നടക്കാം, ഇത് പറച്ചിലേ ഉള്ളൂ, ഇറങ്ങിയവരൊക്കെ വെള്ളത്തിൽ താഴ്ന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ കുറ്റാന്വേഷണത്തിനൊന്നും ഒരു കാരണവശാലും മെൻ്റലിസമോ ഫ്രീ ഫോം മെൻ്റലിസമോ മാജിക്കോ സാധ്യമേ അല്ല. ശരിക്കും ഈ മെൻ്റലിസം എന്ന് പറയുമ്പോഴേക്കും അന്യൻ്റെ മനസ്സ് വായിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ശരീരം വളരെ സുന്ദരമാണെങ്കിലും മനസ്സിൽ ഈ രഹസ്യങ്ങളുടെ ഒരു ഗൂഢമായിട്ടുള്ളൊരു കേന്ദ്രമാണ് മനസ്സ് എന്ന് പറയുന്നത്. ആ മനസ്സിനെ മറ്റൊരാൾ വായിക്കും എന്ന് പറയുമ്പോൾ തന്നെ സമ്മർദ്ദത്തിൻ്റെ കൊടുമ്പിരി കൊള്ളും. അങ്ങനെ ഇപ്പോഴും പലപ്പോഴും ഞാൻ വാർത്തകളിൽ പ്രത്യേകിച്ചും ഇത് ചെയ്യുന്നത് ഈ യുവാക്കളിലാണെങ്കിൽ ഹോസ്റ്റലുകളിൽ ഈ അങ്ങനെ സമ്മർദ്ദത്തിൽ ആയിപ്പോയ കുറേ യുവാക്കളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതൊരു സത്യമുണ്ടോ? അതായത് നമ്മൾ ഈ പ്രൈവസി പറയുമല്ലോ, ഇപ്പോൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോകുമ്പോൾ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുന്നു, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും വെളിയിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്കലാപ്പുള്ള സമയത്ത് നമ്മുടെ മനസ്സിലിരിക്കുന്നതും കൂടി പോകുമെന്ന് പറഞ്ഞാൽ പേടിക്കാം. ശരിക്കും ഒരു മെൻ്റലിസ്റ്റിൻ്റെ മുന്നിൽ ചെന്ന് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്, ഓ പുള്ളി നമ്മളുടെ മനസ്സ് വായിക്കുമല്ലോ, അങ്ങോട്ട് പോകണോ എന്നുള്ളൊരു ചിന്ത വരാറുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഒരാളിനും ഒരാളിൻ്റെ മനസ്സും വായിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് തന്നെ നിശ്ചയമല്ല. ഇപ്പം ഫ്രോയിഡ് മനോവിശ്ലേഷണം എന്നുള്ള തിയറി കൊണ്ടുവന്നിട്ട് 100 വർഷം കഴിയുന്നു, പക്ഷേ ഇന്ന് വരെ ഒരാളിൻ്റെ മനസ്സും വിശ്ലേഷണം ചെയ്യപ്പെട്ടിട്ടില്ല. ഫ്രോയിഡിയൻ സൈക്കോളജി പോലും അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മലയാള കവി പറഞ്ഞത് മനസ്സൊരു മാന്ത്രിക കുതിരയായി. അതെ അതെ, മാന്ത്രികം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു വിസ്മയം ഇതിനകത്തുള്ളത് കൊണ്ടാണ്. അത് മാജിക്കിനെ കുറിച്ച് ഒരുപാട് ഈ പറഞ്ഞ പോലെ പാട്ടുകളുണ്ട്, കവിതകളുണ്ട്, കഥകളുണ്ട്, ലേഖനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ആർട്ടാണ്, സയൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ആർട്ടാണ്. ഇപ്പോൾ മെൻ്റലിസത്തിൽ ഏറെക്കുറെ മാത്തമാറ്റിക്സ് നല്ലൊരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബോഡി ലാംഗ്വേജിൻ്റെ കാര്യത്തിലും ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. എങ്കിലും മാജിക്കിൻ്റെ സങ്കേതം തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്നത് എന്നുള്ള യാതൊരു തർക്കവുമില്ല. അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അത് എല്ലാ മജീഷ്യൻസും അത് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് ചെയ്യാൻ കഴിയും. ഇപ്പം ശാസ്ത്രം ഒരുപാട് വളർന്നിട്ടുണ്ട് ഇപ്പം, പക്ഷേ ഇപ്പോഴത്തെ ജനതയിൽ അന്ധവിശ്വാസത്തിൻ്റെ പിറകെ പോകുന്ന ഒരു കാലഘട്ടമാണ്. അതും ഒരു മാജിക് ആണെന്ന് പറയാൻ കഴിയുമോ? അതായത് എപ്പോഴും ഈ മാജിക്കിൻ്റെ രീതി എന്താണെന്നറിയാമോ? മാജിക് ക്രിയേറ്റ്സ് മിസ്റ്ററി, സയൻസ് എക്സ്പ്ലെയിൻസ് മിസ്റ്ററി. അങ്ങനെയാണ് എപ്പോഴും മിസ്റ്ററികൾ മാജിക് ഉണ്ടാക്കും, സയൻസ് അതെങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സയൻസിലേക്ക് പോകുന്നതിന് പകരം ഇപ്പോൾ എൻ്റെ കൺമുമ്പിൽ ഞാൻ പഠിച്ച ശാസ്ത്രത്തിന് വിപരീതമായി ഒരു കാര്യം നടക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം അയ്യോ എനിക്ക് തോന്നിയതാണ് എന്ന് തോന്നുന്നു. ഇതാണ് കൺജൂറിയൽ സൈക്കോളജിയിൽ വാട്ട് ഈസ് ഇലൂഷൻ എന്നുള്ളതിൻ്റെ ആൻസർ ഇതാണ്. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ പഠിച്ച ശാസ്ത്രത്തിന് വിപരീതമായ ഒരു കാര്യം നടന്നാൽ എന്തുകൊണ്ടെന്നൊരു ചോദ്യം വരും. വിശദീകരണങ്ങൾക്കും വിശകലനങ്ങൾക്കും വഴങ്ങാത്തതാണ് ജാലവിദ്യ എന്നുള്ളതുകൊണ്ട് അതിന് ആൻസർ കിട്ടില്ല. ഒടുവിൽ നമ്മളെത്തും, ഓ എനിക്ക് തോന്നിയതാകാം, ദാറ്റ് ഈസ് ഇലൂഷൻ. അപ്പോൾ ഈ ഇലൂഷൻ ഉണ്ടാകുന്നത് എവിടെയാണ്? മജീഷ്യൻ്റെ കയ്യിലല്ല, സ്റ്റേജിലല്ല, മറിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നവൻ്റെ മനസ്സിലാണ്. ഇതാണ് ഇലൂഷൻ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇത് റിയലി മാനിപ്പുലേഷനാണ്. മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഈ മനസ്സ് വായിക്കുന്നതായാലും അല്ലാത്തതായാലും ഒക്കെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ഒരു ഇതിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്. ഈ ബുക്ക് എടുത്തതിന് ശേഷം ഇഷ്ടമുള്ളൊരു പേജ് എടുക്കാം. ടൈം മെഷീൻ എന്നുള്ളൊരു ബുക്കാണ്. ഇതിൻ്റെ ഇഷ്ടമുള്ളൊരു പേജ് എടുത്ത് ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തിട്ട് അതിനകത്ത് വായിച്ചിട്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് മീൻസ് ഇപ്പോൾ ഇതൊരു പോട്ട്, അതൊരു ഒബ്ജക്റ്റാണ്, ക്യാമറ ഒരു ഒബ്ജക്റ്റാണ്, ലൈറ്റ് ഒരു ഒബ്ജക്റ്റാണ് അല്ലേ, അങ്ങനെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് അതിനുണ്ടെങ്കിൽ അതിനെ മാത്രം മനസ്സിൽ വിചാരിക്കുക. ഇഷ്ടമുള്ളൊരു പേജ് എടുക്കാം. ഫസ്റ്റ് പാരഗ്രാഫിൽ ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വയ്ക്കുക. ഉണ്ട്. ഇപ്പം ഏത് പേജ് എടുത്തെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഏത് ആണ് അതിനകത്തുള്ള ഓബ്ജക്റ്റ് എന്ന് എനിക്കറിയില്ല അല്ലേ. ഇപ്പം താങ്കളുടെ മനസ്സിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ച് നോക്കുക. എത്ര സമയം നോക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം സമയവുമായി ബന്ധപ്പെട്ടൊരു ഒബ്ജക്റ്റാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും. ഐ തിങ്ക് ദാറ്റ് ഈസ് എ ക്ലോക്ക്. ആണോ?
ഇതാണ് അതായത് വിസ്മയം എന്ന് പറയും. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? അതായത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് അതിൻ്റെ അടിസ്ഥാന പ്രമാണം എന്നുള്ളത് മാജിക്. മാജിക് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ മനസ്സ് വായിക്കുന്നത്. രണ്ട് തരത്തിലാണ് മാജിക് വർക്കൗട്ട് ചെയ്യുന്നത്. ഒന്ന് ഫിസിക്കൽ ഡിറക്ഷൻ ഓഫ് അറ്റൻഷൻ, അതായത് ശാരീരിക ശ്രദ്ധാ സ്വാധീനം. മറ്റൊന്ന് മെൻ്റൽ ഡിറക്ഷൻ ഓഫ് അറ്റൻഷൻ, അതായത് മാനസിക ശ്രദ്ധാ സ്വാധീനം. നിങ്ങളുടെ ശ്രദ്ധയെ സ്വാധീനിക്കും. അത് ഏത് ആംഗിളിലാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകാതിരിക്കുന്നിടത്തോളം കാലം അത് അത്ഭുതമായി തന്നെ നിൽക്കും, വിസ്മയമായി തന്നെ നിൽക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഈ സാധനം ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു മെൻ്റൽ ഡിറക്ഷൻ ഓഫ് അറ്റൻഷൻ എന്നുള്ള നിലയിലാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത് എങ്ങനെ വായിച്ചു, എങ്ങനെ അത് മനസ്സിലായി, ഇതാണ് നമ്മളെ മനസ്സിൽ വരുന്നത്. മറ്റേ മാജിക്ക് ചെയ്യുമ്പം അതല്ല വരുന്നത്, അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് വരുന്നത്, അല്ലേ? അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഈ രണ്ട് രീതിയിൽ ഇപ്പോൾ ഈ മെൻ്റൽ ഡിറക്ഷൻ ഓഫ് അറ്റൻഷൻ സംഭവിക്കുന്നതിന് എങ്ങനെയെന്ന് പറഞ്ഞാൽ, മനസ്സിനെ നമ്മളിങ്ങനെ പിടിച്ച് ഓരോ സ്ഥലത്തും കൊണ്ടു. നിങ്ങൾ ഈ പോകുന്ന വഴിക്കെല്ലാം അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇതൊന്നും ശരിയായിരുന്നില്ല എന്ന് അവസാനം ബോധ്യപ്പെടുത്താൻ ഒരു ജാലവിദ്യക്കാരൻ്റെ കഴിയുമ്പോഴാണ് ഇത് ഫുൾ ടൈം വർക്കൗട്ട് ചെയ്യുന്നത്. ഇതൊരു കഴിവല്ലേ? കഴിവാണ്, ഇതൊരു ആർട്ടാണ്, ഇത് പഠിക്കണം. ഇപ്പം മെൻ്റൽ ഡിറക്ഷൻ ഓഫ് അറ്റൻഷൻ വേണമെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എങ്ങനെയാണ് മെൻ്റൽ ഡിറക്ഷൻ ഓഫ് അറ്റൻഷൻ നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ വീട്ടിൽ പോയി ഇത് പരീക്ഷിക്കാൻ പറ്റുന്നൊരു സാധനം ഞാൻ പഠിപ്പിക്കും. നിങ്ങൾക്കിത് ശരിക്കും പഠിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെയാണ്. ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കുക, ഒരു വെള്ള ബോർഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡ് വെച്ച് വെള്ള പെയിൻ്റ് അടിച്ചാൽ മതി. ഇതിൻ്റെ നടുവിലൊരു ഡയമണ്ട് പുള്ളി വരച്ച് ചേർക്കുകയോ ഒട്ടിക്കുകയോ ചെയ്യാം. എന്നിട്ട് മറുവശത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡയമണ്ട് പുള്ളികളാണ്, അല്ലേ? ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇതിനെ നിമിഷ നേരം കൊണ്ട് നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ 1 2 3 3 വീണ്ടും ഇങ്ങനെ തിരിച്ചാൽ 1 2 3 4 5 6 6 ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം. 1 4 3 and 6. വേറെ കുറെ മനസ്സിലായി, കുറച്ച് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ പറയാം. 1 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ രണ്ടാമതൊരു പുള്ളിയുണ്ട്, അതെൻ്റെ വലത് കൈയുടെ 4 വിരൽ ഉപയോഗിച്ച് മറച്ച് പിടിച്ചിരിക്കുകയാണ്. വീണ്ടും ഞാൻ പറയുന്നു 4 എന്ന് പറയുമ്പോൾ 5ാമതൊരു പുള്ളിയുണ്ട്, അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇടത് കൈയുടെ 4 വിരൽ ഉപയോഗിച്ച് മറച്ച് പിടിക്കുന്നു. വീണ്ടും ഞാൻ പറയുന്നു 1 2 3 എത്ര പുള്ളി അവിടെ ഉള്ളത്? യഥാർത്ഥം 2 ഉള്ളൂ. പക്ഷേ 1 2 3 എന്ന് പറയുമ്പോൾ 3 വിചാരിച്ചെന്താണെന്നറിയാം, നടുവിലൊരു പുള്ളിയുടെ മുകളിലൊരു പുള്ളി ഉണ്ടെങ്കിൽ താഴെയും ഒരു പുള്ളി വേണം. ഇതാണ് നമ്മുടെ ഒരു നിർബന്ധ ബുദ്ധി. ഇതിനെ പ്രതിസാമ്യതാ ബോധം എന്നാണ് മനഃശാസ്ത്രത്തിൽ പറയുന്നത്. വീണ്ടും ഞാൻ പറയുന്നു 6 എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള പുള്ളികൾ എത്രയാണ്? 5 പുള്ളികളെ ഉള്ളൂ. കാരണം മുകളിലും താഴെ ഒരു പുള്ളിയുടെ നടുവിലൊരു പുള്ളി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പുള്ളി വേണം. ഇതാണ് നമ്മുടേത്. പക്ഷേ ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ ചെയ്യേണ്ട ഒരു വശത്ത് 2 മറുവശത്ത് 5 പുള്ളിയുള്ള കാർഡ് ഉണ്ടാക്കിയിട്ട് 2 പുള്ളിയുള്ള സ്ഥലം മെല്ലെ ഇങ്ങനെ തിരിക്കണം. തിരിച്ചതിന് ശേഷം ധൈര്യപൂർവ്വം 1 എന്ന് പറയണം. അപ്പോൾ ആരെങ്കിലും വിരളൊന്ന് മാറ്റിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? മാറ്റാൻ പറ്റില്ല. പക്ഷേ നമ്മളെന്ത് ചെയ്യണം, മാജിക്കിൻ്റെ മന്ത്രം പറഞ്ഞതിന് ശേഷം കൈമെല്ലാം മാറ്റിയിട്ട് പറയണം 1 എന്ന് പറയണം. വീണ്ടും നമ്മൾ പറയണം 4 എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ എത്ര പുള്ളികളാണ് ഉണ്ടായിരുന്നത്? 5 പുള്ളികളാണ് ഉണ്ടായിരുന്നത് പറഞ്ഞു. പക്ഷേ മാജിക്കിൽ 4 എന്ന് പറഞ്ഞാൽ 4ആണ്, യാതൊരു തർക്കവുമില്ല. വീണ്ടും ഞാൻ പറയുന്നു 3 എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള പുള്ളികൾ എത്രയാണ്? 2 എന്ന് പറഞ്ഞാൽ അതല്ല, ശരിയല്ല. 3 എന്ന് പറഞ്ഞാൽ ശരിക്കും 3 തന്നെയാണ്. വീണ്ടും ഞാൻ പറയുന്നു 6 എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എത്ര പുള്ളികളായിരുന്നു ഉണ്ടായിരുന്നത്? അല്ല, 6ആണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വശത്ത് 2 മറുവശത്ത് എത്ര 5 അല്ല 6 അല്ല, നിറയെ പുള്ളികളുടെ കാർഡ് ഉണ്ടാക്കിയിട്ട് വേണം ഈ മാജിക്ക് ചെയ്യാൻ. ദിസ് ഈസ് മെൻ്റൽ ഡിറക്ഷൻ ഓഫ് അറ്റൻഷൻ. അതായത് ആദ്യം നിങ്ങൾ കുറച്ച് ഇത് മനസ്സിലായി എന്ന് പറഞ്ഞ് പോവുകയും അവസാനം മനസ്സിലായില്ല എന്നുള്ള തലത്തിലേക്ക് നിങ്ങൾ, അതാണ് മെൻ്റൽ ഡിറക്ഷൻ ഓഫ് അറ്റൻഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എത്രയും ആകാം എന്നുള്ളതാണ് എൻ്റെ കാര്യം. മജീഷ്യൻ ആണ്, ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. ആ പുസ്തകങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ചും ഈ ഇന്ദ്രജാല പടവുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് ഇന്ദ്രജാലത്തിൻ്റെ വ്യത്യസ്തമായ മാജിക്കിൻ്റെ ബേസ് പഠിക്കുന്നത്. അതിപ്പോൾ ഞങ്ങളുടെ അവിടെ മാജിക്കിൻ്റെ ഒരു 2 കോഴ്സുകൾ അവിടെ ഉണ്ട്. ഡിപ്ലോമ കോഴ്സുണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ തിയറി ബുക്കായിട്ടാണ് ഇത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന പുസ്തകം. എങ്ങനെയാണ് ഇന്ദ്രജാലത്തിൻ്റെ ഓരോ പടവുകളും കയറേണ്ടത് എന്നുള്ളതാണ് ആ ബുക്ക്. ഈ ഇന്ദ്രജാലത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം സ്പീഡല്ലേ? അതെന്താ പറയുക, അത് പറഞ്ഞ് ഈ പറഞ്ഞ പോലെയാണ്. ചില സ്റ്റിഗ്മകളുണ്ട് നമുക്ക്. ഞാൻ ചോദിക്കട്ടെ, അസാധാരണമായ സ്പീഡിൽ എന്തെങ്കിലും കാണിച്ചാൽ ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ മിനിമം സ്പീഡേ കാണിക്കുക. സ്പീഡുണ്ട്, ആ സ്പീഡ് വർക്കൗട്ട് ചെയ്യണം മൈൻഡിലാണ്, മനസ്സിനകത്താണ്.
ഈ ഇന്ദ്രജാലം നമുക്ക് പഠിച്ചെടുക്കാൻ ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു കലാരൂപമാണ്. ഈ കലാരൂപം പോലെയാണിത്, കലയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഏതൊരു കലാരൂപവും ആർക്കും പഠിക്കാം, പക്ഷേ അവതരിപ്പിക്കണമെങ്കിൽ അതിനൊരു വാസന വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് യു നെവർ ഡു മാജിക് ബട്ട് പെർഫോം മാജിക്. മാജിക് അവതരിപ്പിക്കണം. ഇപ്പോൾ ഈ ശരിക്കും ഒരുപോലെ തന്നെ ഈ പെർഫോമറും എഴുത്തുകാരനും ആവുക എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇതാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് ഗവേഷണം ചെയ്ത് എഴുതിയ ഒരു പുസ്തകമാണ് മായാജാലവും മലയാള കൃതികളും. അത് സാഹിത്യത്തിന് അങ്ങ് നൽകിയ ഏറ്റവും വലിയൊരു സംഭാവനയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരുപാട് കൃതികൾ വായിച്ച് അതിലെ ഇന്ദ്രജാലം, ഈ എഴുത്ത് മറ്റൊരു തരത്തിലൊരു ഇന്ദ്രജാലമാണ്. ആ ഗ്രന്ഥകർത്താവിൻ്റെ മനസ്സിലും ആ തൂലികയിലും പിറക്കുന്നതും വായനയുടെയൊക്കെ ആ രീതിയിൽ നിന്നാണ് ഒരു എഴുത്ത് വരുന്നത് എന്നുള്ളത്. ആ എഴുത്തിനുള്ളിലെ ഇന്ദ്രജാലം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് മറ്റൊരു മായാവിദ്യയും കൂടിയാണ്. പക്ഷേ അത് പ്രായോഗിക തലത്തിൽ അങ്ങ് എത്തിയിരിക്കുന്നു. എവിടെയായിരുന്നു ഇതിൻ്റെ ഇങ്ങനെ ഒരു പുസ്തകം എഴുതണം എന്നുള്ള ഒരു നാമ്പ് അതല്ലേ? അതായത് യഥാർത്ഥത്തിൽ രചനകൾ തന്നെ ഒരു ജാലവിദ്യയാണ്. കാരണം ഈ ഒരു ഇല്ലായ്മയിൽ ഒരു സാധനം ഉണ്ടാക്കുകയാണ്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ കള്ളമാണ്, അല്ലേ? ഈ എല്ലാ എഴുത്തും കള്ളമാണ്. അത് കവിതയാകട്ടെ, കഥയാകട്ടെ, നോവലാകട്ടെ. ഇത് ഞാൻ പറഞ്ഞതല്ല, സി രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞതാണ്, എല്ലാം കള്ളമാണ്. പക്ഷേ നമുക്കുള്ളതാണെന്ന് തോന്നിപ്പിക്കുന്നു. അതാണ്, ഇല്ലാത്തത് തോന്നിപ്പിക്കലാണ് ജാലവിദ്യ. അപ്പോൾ എഴുത്തും ജാലവിദ്യ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇത് വന്നത് ഞങ്ങളുടെ മാജിക് അക്കാഡമിയിൽ ഞങ്ങളുടെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. ഈ പ്രസിദ്ധീകരണത്തിൽ ഒരു കോളമായിട്ടാണ് ഇത് ചെയ്തത്. എന്നെ ഏറ്റവും വലിയ സന്തോഷിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ടി പത്മനാഭൻ സാർ അടക്കം, ഇത് എം കെ സാനു മാസ്റ്റർ അടക്കം ഇത് കൃത്യമായി വായിക്കുന്ന ആളുകളും വായിച്ച് നമ്മോട് ഇതിനെക്കുറിച്ച് പറയുന്ന ആളുകളുമായിരുന്നു എന്നുള്ളതാണ്. അതാണ് എനിക്ക് എഴുതാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടിയത്. പക്ഷേ തുടങ്ങുമ്പോൾ ഞാൻ കരുതി ഇതൊരു 10-15 എണ്ണം കൊണ്ട് നിർത്തേണ്ടി വരുമെന്ന്. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ 75 എണ്ണം ചെയ്തിട്ടുണ്ട്. അത് 50 എണ്ണമാണ് കൺസോളിഡേറ്റ് ചെയ്ത് നമ്മൾ പുസ്തകമാക്കി മാറ്റിയിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ളവരും അപ്രശസ്തരായിട്ടുള്ളവരും അടക്കമുള്ള എഴുത്തുകാരാണ് അതിനകത്തുള്ളത്. എല്ലാ എഴുത്തുകാരും മാജിക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം മാജിക് കൈകാര്യം ചെയ്യാതെ രചന സാധ്യമല്ല. അതുപോലെ തന്നെ നേരത്തെ മെൻ്റലിസത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കൗൺസിലിംഗ്, അതായത് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ മാനസികമായിട്ട് ഒത്തിരിയധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മെൻ്റലിസ്റ്റിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ കഴിയും അവരുടെ കാര്യങ്ങൾ? അവിടെയാണ് ഒരു കാര്യം. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ സൈക്കോളജിസ്റ്റിന് മരുന്ന് എഴുതി കൊടുക്കാൻ പറ്റുമോ? പാടില്ല. അത് സൈക്യാട്രിസ്റ്റിനെ പറ്റൂ. കാരണം അയാളാണ് MBBS പാസ്സായ ആൾ. സൈക്കോളജിസ്റ്റിന് കൗൺസിലിംഗ് മാത്രമേ പറ്റൂ. അത് സൈക്കോളജിസ്റ്റ് തന്നെ ചെയ്യണം. ഒരിക്കലും ഒരു മജീഷ്യൻ കൗൺസിലിങ്ങിന് പോകരുത്. കാരണം എന്താണ്? അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം, ക്വാളിഫിക്കേഷൻ. ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ അതിന് പോകുന്നതും ചിലർ പോകുന്നുണ്ട്. ദാറ്റ് ഈസ് റിയലി അനീതിയാണ്, ചെയ്യാൻ പാടില്ല, അത് കുറ്റകരവുമാണ്. പക്ഷെ അപ്പോഴും മാജിക് അക്കാഡമിയിൽ പറഞ്ഞതുകൊണ്ട് മാജിക് അക്കാഡമിയിലെ ഒരു മജീഷ്യൻ പ്രധാനമായിട്ടും ഒരു പ്രധാന ഐറ്റം അത് അദ്ദേഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനോട് ഇതിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കാമോ എന്ന് ഇന്ത്യയിൽ അകത്തും പുറത്തുനിന്നുള്ള ആൾക്കാർ ഒരുപാട് തുക വാഗ്ദാനം ചെയ്തിട്ടും നൽകിയിട്ടില്ല. അത് അങ്ങേക്കറിയാം എന്ന് തോന്നുന്നു. ഇന്ത്യൻ മറ്റേ മാംഗോ ബിസിനസ് എന്തുകൊണ്ടായിരിക്കും അത് ആ രഹസ്യം പുറത്തു വിടാത്തത്? അതായത് അതിനകത്ത് 100% ഒന്നും അത് ശരിയല്ല. കാര്യം എന്താ പറയുക, ഒരു മാജിക്കിൻ്റെ രഹസ്യം ആർക്കും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ഒരു മാജിക്കിൻ്റെ രഹസ്യം ആർക്കും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ അവതരണ വേളകളിൽ അവതരണത്തിൻ്റെ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ചില സമ്പ്രദായങ്ങളാണ്. അല്ലാതെ ഇപ്പം കോടിക്കണക്കിന് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ ആളിൽ നിന്ന് പൈസ വാങ്ങിക്കാതെ ഞാനിത് ചെയ്തു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിനകത്തുനിന്ന് 100% വസ്തുതകൾ നിങ്ങൾ നോക്കണ്ട, വസ്തുത ഉള്ളതല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പോയി ചെറിയ തുകയ്ക്ക് വേണ്ടി ഷോ ചെയ്യുന്നതിനേക്കാളും നല്ലത് മറ്റത് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്നതല്ലേ. കാരണം ഇദ്ദേഹം കൊടുത്തില്ല എന്ന് കരുതി ഇത് മറ്റൊരാളും അറിയാതിരിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവതരണ വേളയിൽ ഇതൊക്കെ പറയാം, പക്ഷേ സീരിയസ് ആയി പറയുമ്പോൾ ഇത് കറക്റ്റാണെന്ന് പറയാൻ പാടില്ല. പക്ഷെ അവിടെയും ഈ കഴിഞ്ഞൊരു 5 വർഷം മുമ്പ് ഒരു വിഭാഗം മജീഷ്യന്മാർ എതിർത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് ഒരു ഗൂഢമായിട്ട് വയ്ക്കേണ്ടതാണെന്നും പരസ്യമാക്കേണ്ടതില്ലെന്നും ഇതിൻ്റെ തന്ത്രങ്ങളൊക്കെ തന്നെ എഴുത്തുവിദ്യയിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ മാജിക് എന്ന് പറയുന്ന ആ തന്ത്രശാസ്ത്രത്തിന്, കൺകെട്ട് വിദ്യയ്ക്ക്, ഇന്ദ്രജാലത്തിന്, ജാലവിദ്യയ്ക്ക് നിലനിൽപ്പില്ല എന്ന് വാദിച്ച
ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ആ ഒരു ചിന്ത അവരിലേക്ക് വന്നത്? അവിടെയാണ് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് അന്ധവിശ്വാസം ഈ നിർമ്മാർജ്ജനം ചെയ്യാനുണ്ടായതാണ് മാജിക്ക്. നിർഭാഗ്യവശാൽ കാലാന്തരത്തിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് മാജിക്ക് മാറി. എന്തുകൊണ്ട്? മജീഷ്യന്മാരങ്ങനെ മാറിയതുകൊണ്ടാണ്. ഈ മാജിക്ക് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയതിലേക്ക് പോകേണ്ടി വരും. ശൂദ്രൻ അക്ഷരം പഠിക്കരുത്, അവൻ അക്ഷരം കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഒരുക്കി ഒഴിക്കണം, കണ്ണ് കുത്തി പൊട്ടിക്കണം എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. അതൊക്കെ കാലഹരണപ്പെട്ടെന്ന്. ഒരറിവും പകരാൻ പാടില്ലാത്തതല്ല. ഏതറിവും പകരണം. പകർന്നില്ലെങ്കിൽ ആ അറിവില്ല, പിന്നെ ആ അറിവിന് പിന്നെ ലൈഫില്ല. അതുകൊണ്ട് ഇത് പഠിപ്പിക്കരുത് എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമാണ്. ഏത് കാര്യമാണ് പഠിപ്പിക്കാൻ പാടില്ലാത്തത്? എന്തും പഠിപ്പിക്കണം. പഠിപ്പിച്ചിടത്ത് ഏറ്റവും കൂടുതൽ ഇത് സ്കൂളിലടക്കം പഠിപ്പിക്കുന്ന യൂറോപ്യൻ കൺട്രീസിനാണ് മാജിക് നമ്മേക്കാൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവിടുത്തെ കളരി പോയത്. അതെ, എല്ലാം അങ്ങനെ നമ്മൾ ഏതൊക്കെയാണോ മറച്ചു വയ്ക്കുന്നത് അത് മറന്നീക്ക് പുറത്തു വരും എന്നുള്ളതാണ്. ശരിക്കും ഈ വിസ്മയമൊക്കെ ആണെങ്കിലും അത് കാണുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ACB പ്രേക്ഷകർക്ക് അവസാനമായി അങ്ങയുടെ ഒരു ഇന്ദ്രജാല വിദ്യയും കൂടി കാണിക്കാം. ഓക്കെ, മനസ്സ് വായിക്കലാണല്ലോ നമ്മുടെ മനസ്സിലുള്ള ഒരു സംഭവം. താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് മനസ്സിൽ വിചാരിക്കുക. അത് ഒരു കാരണവശാലും എനിക്കൊരു ഹിൻറ്റും തരരുത്. ആ പാട്ടിനെ കുറിച്ച് മാത്രം സങ്കല്പിക്കുക. ഉറപ്പിച്ചോ? ഇനി മാറ്റേണ്ടതില്ലല്ലോ. ആ പാട്ട് തന്നെയാണ്. ആ പാട്ടിനെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് കുറച്ച് നേരം കണ്ണടച്ചിങ്ങനെ ഇരിക്കുക. ആ പാട്ടിങ്ങനെ കണ്ണൊന്നടച്ചോ, അന്തരീക്ഷത്തിലൂടെ ആ പാട്ടിങ്ങനെ വരുന്നതായി സങ്കല്പിക്കുക. ആ പാട്ടിൻ്റെ അലകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ അലിഞ്ഞ് ചേരുന്നതായിട്ട് സങ്കല്പിക്കുമ്പോൾ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തമായി നിങ്ങൾക്കത് ഫീൽ ചെയ്യും. അതായിരുന്നു പാട്ട്. ചന്ദ്രകാന്തം അതായിരുന്നു പാട്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി ഒരാണ്ടല്ലേ വായിച്ചുള്ളൂ. ഇനി ഒരു കാര്യം ചെയ്യും. ഇഷ്ടമുള്ള ഒരു 4 ഡിജിറ്റ് നമ്പർ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. പിൻ നമ്പറാണെങ്കിൽ ഇത് കഴിയുമ്പോൾ അത് മാറ്റിക്കൊള്ളണം. ഓക്കെ, അതിനെക്കുറിച്ച് മാത്രം മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ട് എന്നെ ശ്രദ്ധിച്ച് നോക്കുക. ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അതിനകത്ത് അല്ലേ? അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളത് ഫസ്റ്റ് ഡിജിറ്റിൽ അറിയാൻ പറ്റും അല്ലേ? ഐ തിങ്ക് ദ നമ്പർ ഈസ് 2003. Correct. ദിസ് ഈസ് മൈൻ റീഡിങ്. ഇതിനകത്ത് മാജിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള സീക്രട്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ഇത് എന്നെക്കാൾ ഭംഗിയായി നിങ്ങൾക്ക് പഠിച്ച് ചെയ്യാൻ, നിങ്ങൾക്കത് ആർക്കും പഠിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതിനപ്പുറത്തേക്ക് ഇത് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുവാനോ മറ്റ് കാര്യങ്ങൾക്കോ എന്നുള്ള ക്ലെയിംസ് എന്ന് പറയുന്നത് അന്ധവിശ്വാസത്തിലേക്ക് വീണ്ടും നമ്മെ വലിച്ചു കൊണ്ടുപോകുന്നതാണ്. ഇതൊരു പ്യുവർ സയൻസാണ്. സയൻസായി തന്നെ മാജിക്കിനെ നിലനിർത്തുമ്പോഴാണ് അതിൻ്റേതായ പഞ്ചുണ്ടാകുന്നത്. ഓക്കെ, എന്തായാലും അങ്ങയുടെ പുസ്തകത്തിലേക്ക് ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ വളരെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ശീർഷകം ആണ് ഈ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്നത്. മിടിക്കുന്ന മനസ്സും മടിക്കുന്ന ഫയലും. അതിലൊരു ഇന്ദ്രജാലത്തിൻ്റെ വസ്തുതയുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്തൂടെ കണ്ണോടിച്ചപ്പോൾ സാധാരണ നമ്മൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് കേൾക്കാറുണ്ട്. പക്ഷേ കണ്ടംപ്റ്റ് ഓഫ് ഹിസ് ഓൺ കോർട്ട് എന്നുള്ളതിൽ ഒരു ഭാഗം അങ്ങ് എഴുതിയിട്ടുണ്ട്. അത് അഡ്വക്കേറ്റ്സ് അടക്കം എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. ഒരു സബ് ജഡ്ജി പോലും എന്നോട് വിളിച്ച് ചോദിച്ചിരുന്നു, അയ്യോ ഇങ്ങനൊരു വകുപ്പുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇത് ബോംബെ ഹൈക്കോടതിയിലെല്ലാം ഒരു ജഡ്ജിനെ ശിക്ഷിച്ചിട്ടുണ്ട്. ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പറയില്ല, അത് കോടതിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ഈ കോടതി എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡ്ജ്, വക്കീല്, ഗുമസ്തൻ, വാദി, പ്രതി, ലോയേഴ്സ്, ഇത്രയും കൂടെ ചേർന്നാണ് കോടതി. ഇതിൽ ആരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിലും അത് കണ്ടംപ്റ്റാണ്. അപ്പോൾ ഇവിടെ ജഡ്ജി വിധിക്കുന്ന വിധിയിൽ കണ്ടംപ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാമെന്നുള്ള വകുപ്പാണ് കണ്ടംപ്റ്റ് ഓഫ് ഹിസ് ഓൺ കോർട്ട്. ബോംബെയിലൊരു ജഡ്ജിനെ അങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ട്. അതാണ് ഈ കണ്ടംപ്റ്റ് ഓഫ് ഹിസ് ഓൺ കോർട്ട് എന്നുള്ളത്. ഇത് നടന്ന സംഭവമാണ്. അപ്പോൾ ഇതിൽ 2 ഭാഗമായിട്ടാണ് ഈ ബുക്ക്. ഒന്ന് തൊഴിൽ പർവ്വം, മറ്റൊന്ന് ഭാഗ്യപർവ്വം. ഒന്ന് ഭാഗ്യക്കുറിയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഉള്ള ചില സംഭവങ്ങളും തൊഴിൽ മേഖലയിൽ ഞാൻ ഹെഡ് ചെയർമാനായിരുന്ന സമയത്തുള്ള തൊഴിൽ മേഖലയിലെ ചില കാര്യങ്ങൾ. ഇത് പബ്ലിക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്
രണ്ടും കൂടെ മിക്സ് ചെയ്ത ഒരു സാധനമാണ് ഈ ബുക്കിൽ തോന്നിയിട്ടുള്ളത്. അതിനകത്തൊന്നാണ് ഈ കണ്ടംപ്റ്റ് ഓഫ് ഹിസ് ഓൺ ഗോഡ്. ഇത് നടന്ന സംഭവമാണ്. ഓക്കെ. സാറിൻ്റെ കറുത്ത ചിറകുള്ള വെളിച്ചം, അറിവിനൊപ്പം വളരുന്ന അന്ധവിശ്വാസം, അതായത് നമുക്കിപ്പോൾ അറിവ് വളരുന്നതിനൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളും കൂടെ വളരുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതെന്താണ് ഈ ഒരു പുസ്തകത്തിൻ്റെ വിശേഷം? അതായത് കറുത്ത ചിറകുള്ള വെളിച്ചം എപ്പോഴും വെളിച്ചത്തിന് കറുപ്പല്ല. പക്ഷേ അറിവ് എന്നുള്ള രീതിയിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന പലതും അറിവല്ലെന്നും അന്ധവിശ്വാസമാണെന്നും അറിയിക്കാൻ വേണ്ടിയാണ് ഈ ടൈറ്റിൽ കൊടുത്തത്. ഇത് ഡോക്ടർ പി സോമൻ അദ്ദേഹമാണ് ഇത് ഈ ടൈറ്റിൽ എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഇതിനകത്ത് ഈ പുസ്തകം മൊത്തം വായിച്ച് അദ്ദേഹമാണ് ഇതിനകത്ത് ആമുഖം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ പുസ്തകത്തിന് ചേരുന്ന ടൈറ്റിൽ ഇതാണ് എന്നാണ് പറഞ്ഞത്. അതായത് അറിവ് വർദ്ധിക്കും തോറും അന്ധവിശ്വാസങ്ങളും വർദ്ധിക്കും എന്ന് റേ ഹൈമൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അറിവ് വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളും വർദ്ധിക്കും. അപ്പം നമ്മൾ അറിഞ്ഞിട്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു, അതടക്കം വെച്ചുകൊണ്ട് അന്ധവിശ്വാസം അതിൻ്റെ മുമ്പിലേക്ക് പോകുന്നു അല്ലേ? നമ്മൾ ഏത് സാധനം വന്നാലും അന്ധവിശ്വാസം അതിൻ്റെ കൂടെ കയറി വരും. അപ്പോൾ ഈ അറിവെന്ന് കരുതുന്ന പല കാര്യങ്ങളും അന്ധവിശ്വാസങ്ങളാണ് എന്ന് കൃത്യമായി നമ്മൾ വേർതിരിച്ച് അറിയുവാൻ പാകത്തിൽ മനസ്സിനെ പാകപ്പെടുത്താനാണ് ഈ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചർച്ചയുടെ സംസാരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. സാറിൻ്റെ കുടുംബവിശേഷങ്ങളൂടെ ഒന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക്. എൻ്റെ ഭാര്യ ഉഷാദേവി ഹെഡ് മിസ്ട്രസ് ആയിരുന്നു, മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. പിന്നെ 10-15 വർഷം ഹെഡ് മിസ്ട്രസ്സായി റിട്ടയർ ചെയ്തു, ഇപ്പോൾ വീട്ടിലുണ്ട്. പിന്നെ 2 മക്കളാണ്, 2ഉം വനിതകളാണ്. മൂത്ത ആൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഡോക്ടറേറ്റൊക്കെ എടുത്ത ഡോക്ടർ ആതിര, അദ്ദേഹം EYയിൽ വർക്ക് ചെയ്യുന്നു. ഇളയാളും ടെക്കിയാണ്, അദ്ദേഹവും കമ്പ്യൂട്ടർ സയൻസ് പാസ്സായതിനു ശേഷം ഇപ്പോൾ എറിക്സണിൽ വർക്ക് ചെയ്യുന്നു. ഇതാണ് ഫാമിലി. എന്തായാലും ഇന്ദ്രജാലം എന്ന് പറയുന്ന ഒരു ജാലവിദ്യ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത് പക്ഷേ അറിവാക്കി മാറ്റുക എന്നുള്ളതാണ് വിവേകബുദ്ധികൾ ചെയ്യുന്നത്. നമ്മളെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വായിപ്പിക്കുകയും ചെയ്യുന്ന ആ മജീഷ്യന്, ആ സാഹിത്യകാരന്, ആ സാംസ്കാരിക പ്രവർത്തകന് എല്ലാവിധ ആശംസകളും. ഏതൊരു കലാരൂപവും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ വിനിയോഗിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിലോ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന രീതിയിലോ ഒരു കലാരൂപവും പോകാൻ പാടില്ല, പ്രത്യേകിച്ച് മാജിക്ക് പോകാൻ പാടില്ല. തീർച്ചയായിട്ടും മറ്റ് കലാരൂപങ്ങളെക്കാൾ ഒരു അപ്പർ ഹാൻഡിനുള്ളത് നമ്മുടെ അറിവിനെ വെല്ലുവിളിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് മാജിക് അറിയുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഇത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം നല്ല രീതിയിൽ വിനിയോഗിക്കുക. നന്ദി. വളരെ സന്തോഷം.